റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു. ജവഹർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി MP ആയ കാലം മുതൽ ഇന്നുവരെ റെയിൽവേയുടെ ഒരു സ്ഥിരം യാത്രക്കാരനാണ് താൻ. റെയിൽവേയിലെ ഓരോ മാറ്റങ്ങളും താൻ നേരിട്ട് അനുഭവിച്ചവനാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. എന്നാൽ ഇന്ന് റെയിൽവേ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണെന്നും നാളെ എന്തും സംഭവിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് വിജയൻ വലിയപുരയിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്കിംഗ് മേഖലയിലെ ഡിജിറ്റൽ അവയർനെസിനെ കുറിച്ച് SBI AGM സുരേഷ് ബാബു ക്ലാസ് എടുത്തു. N ഹരിദാസ്, സുധീന്ദ്രൻ KM, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. റെയിൽവേ എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. കാരണം 1971 ഞാൻ പാർലമെൻറ്റ് അംഗമായ ശേഷം ഈ നിമിഷം വരെയും റെയിൽവേയിലെ ഒരു കഴിയാവുന്ന യാത്രക്കാരൻ. അതുകൊണ്ട് ഇങ്ങനെ റെയിൽവേയിലെ ജീവനക്കാർ, ഉദ്യോഗസ്ഥന്മാർ എല്ലാ തലങ്ങളിലുള്ളവരുമായി ചെറുത് വലുതുമായി ബന്ധമുണ്ട്. പാർലമെൻറ്റ് പറയുമ്പോൾ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി പാർലമെൻറ്റിൻ്റെ അംഗവും ആ സന്ദർഭത്തിലും എല്ലാം തന്നെ നിങ്ങളുടെ യൂണിയൻ്റെ കാര്യങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ ചെറിയ നിലയിൽ സഹായിക്കാനും പറയാനൊക്കെ സാധിച്ചിട്ടുണ്ട് ഞാൻ ഓർമ്മിക്കുകയാണ്. അതെല്ലാം എന്തും ആയിക്കൊള്ളട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുന്ന എന്തെല്ലാം വിഷയങ്ങളായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്ന് നിങ്ങൾ അഭിവാദം ചെയ്ത് ഈ സംഘാടകന്മാർ പറഞ്ഞതു അനുസരിച്ച് നിങ്ങളെവിടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങിന് തിരികൊളുത്തുക എന്നതാണ് ഇപ്പോൾ സ്നേഹനിർഭരമായി, ഭക്തിനിർഭരമായി, പ്രിയഭരിതമായി